നിങ്ങൾ പ്രകൃതിയെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഹിമാചൽ പ്രദേശിലെ കൽപ്പയിലെത്തുമ്പോൾ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ട്രക്കിംഗ് ആണ് കേട്ടോ ഇത്. ഇവിടെ ചിലപ്പോൾ വെള്ളമുണ്ടാകണമെന്നില്ല, ആൾത്തിരക്കുണ്ടാവണമെന്നില്ല, പക്ഷേ ഹിമാലയത്തിൻ്റെ യഥാർത്ഥ നിശബ്ദത നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയും. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ കൂടെ ഒരാളോടും ഉണ്ടെന്ന്, ഗിരീഷ്. അദ്ദേഹം ബീഹാറിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ കണ്ടത് ഇത്ര വരെ വെള്ളമൊന്നുമില്ലായിരുന്നു ഈ അരുവിയിൽ. കണ്ടോ നിങ്ങൾ? താഴത്തെയോ കണ്ടോ? ഇതിപ്പോൾ വന്നതാ. അപ്പോൾ കണ്ടോ? ഞങ്ങളാ നോക്കുന്നേ. ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് ഒഴുകി ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഒഴുകി പോകുന്നു കേട്ടോ. ഇതൊന്നുമില്ലായിരുന്നു, വെള്ളമൊന്നുമില്ലായിരുന്നു. അത്ഭുതം തന്നെ കേട്ടോ. ഇതുണ്ടോ നിങ്ങളിത്? ഇത് ചെമ്മരിയാടിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ? ഒറിജിനലാണ് കേട്ടോ. അത് ഇതൊരു പഴയൊരു വീടാണെന്ന് തോന്നുന്നു. എനിക്ക് ബേക്കോട്ടെ കണ്ടോ? ഇത് പഴയൊരു വീടുണ്ടോ? ഗോഡ് ചെമ്മരിയാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനാണ് ഇങ്ങനത്തെ ഈ ടൈപ്പിലൊരു കൊമ്പ് ഉണ്ടാവുക. എന്തായാലും ഒറിജിനലാണ് കേട്ടോ. ചാക്ക എന്നാണ് കേട്ടോ ഈ ട്രക്കിൻ്റെ പേര്. ചാക്ക എന്നാൽ ഒരു ലേക്ക് എന്നാണ്. അവിടേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ അരുവി തന്നെയാണ്. വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ഒരാൾ പറഞ്ഞു തന്നാണ് കേട്ടോ. No water? Let's go here. Here. This mountain. Yeah, here. നിങ്ങൾ ഇവിടെ കണ്ടോ? ഇതാണ് ലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുത് കണ്ടോ? പക്ഷേ താഴത്തുനിന്ന് രണ്ടുപേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോഴേ അവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ വെള്ളം ഇവിടെ നിന്ന് വരുന്നതിന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ നേരത്തെ കണ്ട ഈ അരുവിയില്ലേ, അത് ഇവിടുന്ന് മുകളിൽ നിന്ന് ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഫുള്ള് വരണ്ട് കിടക്കുന്നത്. ട്രക്ക് ചെയ്യുന്ന ലേശം ബുദ്ധിമുട്ടാണ് കേട്ടോ. എങ്ങാനും സ്ലിപ്പായാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി മുകളിലേക്ക് നമ്മൾ താഴ്ത്ത് നോക്കുന്ന നേരം മുകളിലേക്കുണ്ട് ചോദിക്കും. ഇവിടെ ഒരു ലൈന് പോകുന്നുണ്ട്, പൈപ്പ് ലൈന്. അപ്പോൾ അതിൽ കൂടെ വെള്ളം വരുന്ന ഇങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ മുകളിലേക്ക് കയറി പോകുന്നതനുസരിച്ച് ഇത് ഓരോ, അതായത് താഴ്ത്ത് നോക്കുന്നവർ ഇതാണ് ലാസ്റ്റ് തോന്നുന്നു. പക്ഷേ ലാസ്റ്റില്ലാന്ന് തോന്നുന്നു. ആ മൗണ്ടൈനാണ് ഏറ്റവും ലാസ്റ്റ്, ആ വൈറ്റ് സ്നോ ഉള്ള. സമയമല്ലേ, ഏതാണ്ട് 4 മണിയായി. ഞങ്ങളിതാ മെല്ലെ താഴോട്ടിറങ്ങട്ടെ. എൻ്റെ അമ്മോ, ഇത് വീ നോക്കിയേ. ഇതുണ്ട് നിങ്ങൾ, ഈ അരുവി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സംഭവം മുകളിൽ നിന്ന് വരുന്നതായിരിക്കും. അതുകൊണ്ടോ നിങ്ങൾ മുകളിൽ അവിടെ നിന്ന് വരുന്നതായിരിക്കും. പക്ഷേ കാണുന്നത് ഇവിടുന്ന്. പിന്നെ ഇത് അവിടുന്ന് ഭൂമിൻ്റെ അടിയിൽ കൂടെ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് കാണുന്നില്ല. പക്ഷേ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കൽപ്പയിലുള്ള ആളുകൾ ഈ കുടിക്കാനൊക്കെ വെള്ളം, അതായത് അവർക്ക് നിത്യോപയോഗത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വെള്ളങ്ങളും എല്ലാം ഉപയോഗിക്കുന്നത് ഇവിടുന്ന് വേണ്ടിയിട്ടാണ്. ഈ വെള്ളമാണ് കേട്ടോ അവരെല്ലാത്തിനും ഉപയോഗിക്കുന്നത്, കുടിക്കാനും എന്തിനും. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഇവിടെ വേലി കെട്ടി തിരിച്ചിരിക്കുക കേട്ടോ. മതിൽ കെട്ടിയിട്ട് ഇതിനകത്തേക്ക് പോകാൻ പ്രവേശനമില്ല. അതോ ഞാൻ ഇവിടെ ഒന്ന് ചിത്രീകരിക്കുന്നത് കണ്ടോ? ഇതിനകത്തേക്ക് പോകാൻ പ്രവേശനമില്ല. പോയാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലും കേട്ടാൽ മതിയാവും, പോലീസിന് നിന്നു. അപ്പോൾ കാണുന്നില്ല ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നല്ല തെളിഞ്ഞ പനിനീര് പോലത്തെ വെള്ളമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദൗത്യം പൂർത്തിയാക്കാതെ പോവാണ് കേട്ടോ. വെള്ളമില്ല, പക്ഷേ ഈ വെള്ളം എവിടുന്ന് വരുന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇതാണ് കൽപ്പയിലെ ജനങ്ങൾ, അല്ലെങ്കിൽ കൽപ്പയിലെ ജനങ്ങൾ കുടിക്കുന്നതും അവർ ഉപയോഗിക്കുന്നത്. എന്ത് വെള്ളമാണെന്നറിയാം. ഞാനിപ്പോൾ അവരൊക്കെ ബോട്ടിലെടുത്തപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ മുകളിൽ അത് കാണുന്നില്ല. ഒരു ലേക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ലേക്ക് കണ്ടു, പക്ഷേ അവിടെ ഇതിൽ വെള്ളമില്ല. അങ്ങനെ ഞങ്ങൾ സങ്കടത്തോടെ ഇറങ്ങുകയാണ്.
ഇപ്പം ഞങ്ങൾ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും മനോഹരവും നിഗൂഢവുമായ ഒരു സ്ഥലത്തേക്ക്. ഒട്ടനവധി കണ്ണൻ ചെമ്പിക്കുന്ന മലനിരകളും അതിനിടയിലൂടെ ഒഴുകിപ്പോകുന്ന നദിയും മലമുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഒട്ടനവധി പുരാതന മൊണാർഷികളുള്ള ഒരു സ്ഥലത്തേക്ക്, ലാഹോർ ആൻഡ് സ്പിറ്റി. കാസ വരെ ഈ ബസ് പോകുകയുള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് തന്നെ ഒരാൾ കാരണമാണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ഹോം സ്റ്റേയെക്കുറിച്ച്. അത് നടത്തുന്ന ആൾ ജയരാജ്. കാരണം എന്താണെന്ന് വെച്ചാൽ റക്കംപിയൊന്ന് കാസയിലേക്ക് നമുക്ക് ബസ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി തന്നെ എടുക്കണം. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. പിന്നെ എൻ്റെ കൂടെയുള്ള ഗിരീഷ് എന്ന ആളും. ഈ ജയരാജ് എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ചാക്കാലേക്കിലേക്കുള്ള വഴി പറഞ്ഞു തന്നതും. റക്കംപിയൊന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ പച്ചപ്പിൽ നിന്നാണല്ലോ വരുന്നത്. മുന്നോട്ട് പോകുന്തോറും ആ പച്ചപ്പും വനങ്ങളും ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. റോഡിൻ്റെ ആ കറുത്ത കളറും ആകാശത്തിൻ്റെ നീല കളർ, ഉയർന്നു നിൽക്കുന്ന മലനിരകളും മണ്ണിൻ്റെ നിറങ്ങളും മാത്രം. അതായത് പ്രകൃതി അതിൻ്റെ നിറങ്ങളെല്ലാം ഓരോന്നായി അഴിച്ചു വെക്കുന്നത് പോലെ. പക്ഷേ അതിന് അതിൻ്റെതായ ഒരു ഭംഗി ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ടല്ലോ. ചില ആളുകൾക്ക് കാണാൻ കഴിയും, ചില ആളുകൾക്ക് കഴിയില്ല, അത്ര തന്നെ. പിന്നെ നമുക്ക് ഒരുപാട് ഹാഫ് ടണലുകൾ കാണാം. ഹാഫ് ടണൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതാണ്ട് ഒരു 75% ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം മാത്രമേ ഇല്ലാത്തുള്ളൂ. അതിൻ്റെ ഒരു വശത്തു കൂടി ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. കാരണം ഇങ്ങനെയൊരു റോഡ് നിർമ്മിക്കണമെങ്കിൽ കുറച്ചൊരു കഴിവ് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ പാറ പെട്ടെന്ന് അടർന്നു പോകുന്നതാണ്. അത് നമുക്ക് യാത്രയിൽ തന്നെ ഈ റോഡിൻ്റെ സൈഡിലും, അതായത് ഈ പാറയിലേക്ക് നോക്കിയാൽ മനസ്സിലാകും. അപകട സാധ്യത കൂടുതലുള്ള വഴികളിൽ ഒന്നിൽ കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആസ്വദിക്കാൻ ഒരുപാട് സന്ദർശകരുമുണ്ട്. നമുക്കത് പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് ആളുകൾ പോകുന്നത് കാണാം ഈ കാസ ഭാഗത്തേക്ക്. നമ്മളിപ്പോൾ പോകുന്ന വഴിയെ തന്നെ ഈ മലയുടെ ചെരുവിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം. അതായത് കുറച്ചാളുകൾ മാത്രമുള്ള വില്ലേജുകൾ. അവിടെ നമുക്ക് കൃഷികളൊക്കെ കാണാം. മിക്കതും ആപ്പിൾ തോട്ടങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ലാഹോർ, സ്പിറ്റി എന്നീ സ്ഥലങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഈ ചെറിയ ഗ്രാമങ്ങളെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എത്ര ആളുകൾ ഈ ഗ്രാമങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പണം ഒരു അവിഭാജ്യ ഘടകമാണ് കേട്ടോ ഈ യാത്രയിൽ. അത് കഴിഞ്ഞൊരു വലിയ മല, അതായത് ഒരു ചുരം കയറി കഴിഞ്ഞ് കുറച്ചുകൂടി യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ട് കാസയോട് അടുത്ത് തുടങ്ങും. ഏതാണ്ടൊരു സിനിമാറ്റിക് ഫീല് തരുന്ന കാഴ്ചകളാണ് കേട്ടോ അവിടെ എത്തുമ്പോൾ. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഈ കാസയിലെ കാഴ്ചകളൊക്കെ ഇറങ്ങി. ആദ്യം തന്നെ പോയത് ഒരു മൊണാസ്ട്രി കാണാൻ. അതായത് കാസ സിറ്റി തന്നെയുള്ള കാസ മൊണാസ്ട്രി അല്ലെങ്കിൽ സക്യ മൊണാസ്ട്രി. കാസയിൽ എവിടെ നിന്ന് നോക്കിയാലും ഒരു ബുദ്ധ സ്റ്റാറ്റ് കാണാം മുകളിലായിട്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എവിടെ പോയാലും ഈ പ്രാർത്ഥനാ ചക്രം കറക്കും. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാം. ടിബറ്റൻ വാസ്തുവിദ്യയുടെ ഒരുവിധ എല്ലാ ഭംഗിയും നമുക്ക് ആസ്വദിക്കാനും കാണാനും കഴിവിടുന്നു. ഇവിടെ നമുക്ക് ഒരുപാട് ചോർട്ടനുകൾ കാണാം. വല്ലാത്തൊരു നിശബ്ദതയാണ് കേട്ടോ. അതായത് ഭയങ്കര പീസ്ഫുള്ളാണ് ഈ മൊണാസ്ട്രിക്കകത്ത്. അതുമല്ല, ഈ പ്രയർ വീൽ കറക്കുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് അത് നമുക്ക് അനുഭവപ്പെടും. ഇത് വലിയ പ്രയർ വീലാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് ഒരുപാട് പല സൈസിലുള്ള പ്രാർത്ഥനാ ചക്രങ്ങൾ കാണാം. നമുക്ക് ഈ മൊണാർഷിക്കകത്ത് ചിത്രീകരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ചില മൊണാർഷിക്കകത്ത് ചിത്രീകരിക്കാൻ കഴിയില്ല കേട്ടോ. ഇവിടെ നമുക്ക് അവർ പൂജ ചെയ്യുന്ന ഒരുപാട് ഉപകരണങ്ങൾ, ബുദ്ധ വിഗ്രഹം, അങ്ങനെ പലതും, അതായത് പുരാതന കാലത്ത് അവർ ഉപയോഗിച്ച് പോന്നിരുന്ന അല്ലെങ്കിൽ പുരാതന കാലത്തെ പല സാധനങ്ങളും, ഈ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട പല സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ മനോഹരമാണ് കേട്ടോ. ഇത് രണ്ടും ചോർട്ടനുകൾ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ നേരത്തെ പറഞ്ഞ ചോർട്ടനുകൾ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുമതത്തിലെ അമ്പലങ്ങൾ പോലെയില്ലേ. അതിനടുത്തായിട്ടൊരു മെഡിറ്റേഷൻ കേവ് കാണാം. അതിനകത്തൊരു ഫോട്ടോയും ഒരു പുരാതന ബുക്കൊക്കെ കാണാൻ കഴിയും. ഒരു പക്ഷേ ഇവിടെ ധ്യാനത്തിലിരുന്ന സന്യാസിമാരുടെ ചിത്രമായിരിക്കാം. മനോഹരമായ കാഴ്ചയുണ്ട് ഇവിടുന്ന് താഴോട്ട്. ഏതാണ്ട് കാസ സിറ്റി മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഒരുപക്ഷെ വൈകുന്നേരം ഇതിലും മനോഹരമാക്കാട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു ബൈക്ക് റെൻറ്റിനെടുത്തിരിക്കുക ഈ കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പോകുന്നത് വേറൊരു മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ട്, കീ മൊണാസ്ട്രി. ഒരു പക്ഷേ സ്പിറ്റി വാലിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നൊരു ചിത്രമുണ്ട്. ചരിത്രം ഉറങ്ങുന്ന മനോഹരമായൊരു മൊണാസ്ട്രി. അതിന് മുന്നിലാണ് ഞാനിപ്പം. ബൈ, അടുത്ത വീഡിയോ കാണാം.